അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, വേദിയിലിരിക്കുന്ന പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സോഷ്യൽ ആക്ടിവിസം ഒളിച്ചോടുന്ന യുവത്വം എന്ന വിഷയ സംബന്ധമായി അല്പം സംസാരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. പണ്ടൊരു ചരിത്രം പറയാറുണ്ട്, ചൈനയെ തോൽപ്പിക്കാൻ കഴിയാതെ ലോകരാഷ്ട്രങ്ങൾ വലഞ്ഞിരുന്നൊരു സമയം കറുപ്പ് കടത്തി ചൈനയെ തോൽപ്പിച്ചൊരു ചരിത്രം. എങ്ങനെയാണത് സംഭവിച്ചത്? രാഷ്ട്രീയപരമായും സാമൂഹികമായും ബോധവാന്മാരായിരുന്നൊരു സമൂഹം ആയുധങ്ങൾ കൊണ്ടോ യുദ്ധമുറകൾ കൊണ്ടോ തോൽപ്പിക്കാൻ കഴിയാതെ അതിശക്തരായി നിലനിന്നിരുന്ന ആ സമൂഹത്തെ തോൽപ്പിക്കാൻ ശത്രുരാജ്യം കണ്ടെത്തിയൊരു വഴിയായിരുന്നു രാജ്യത്തേക്ക് കറുപ്പ് കടത്തുക എന്നത്. തങ്ങളുടെ ചിന്തകൾക്കും തങ്ങളുടെ വ്യക്തിമൂല്യങ്ങൾക്കും സാമൂഹിക മൂല്യങ്ങൾക്കും വില കൽപ്പിച്ചിരുന്നൊരു സമൂഹം തങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയ കറുപ്പിൻ്റെ ലഹരിയിൽ അതിനെല്ലാം മറന്നുകൊണ്ട് കേവലം കറുപ്പിൻ്റെ ആസ്വാദനത്തിൽ സുഖിച്ചു തുടങ്ങിയപ്പോൾ ശത്രുപക്ഷം അവരുടെ വിജയം കണ്ടെത്തി. കാരണം യുവത്വം അവിടെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു, അവരുടെ ചിന്താഗതികൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു, മൂല്യങ്ങൾ ശോഷണം ചെയ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, തനിക്ക് ചുറ്റുമുള്ളതൊന്നും തന്നെ തൻ്റെ വിഷയമല്ല, തന്നെ നേരിട്ട് ബാധിക്കാത്തതൊന്നും തൻ്റെ വിഷയമല്ല എന്ന ഏറ്റവും അപകടകരമായ, എന്നാൽ മറ്റാരും തന്നെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കാത്ത ഒരു ചിന്ത അവരിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ആ യുദ്ധമുറയിലൂടെ ശത്രുരാജ്യം ചെയ്തത്. സമകാലിക സമൂഹത്തിൽ നമ്മുടെ യുവത്വത്തിനിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് യുവത്വത്തിൻ്റെ ധർമ്മം? തങ്ങൾക്ക് ചെയ്യുവാൻ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമായി പുതിയ കാല യുവത്വം മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സോഷ്യൽ ആക്ടിവിസം എന്ന ഒരു വാക്കുകളെ ഏത് രീതിയിൽ നിർവചിക്കണമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സമൂഹമായി നാം മാറിപ്പോകുന്നത് എന്നു മുതൽക്കാണ്? സോഷ്യൽ മീഡിയയുടെ പുതിയ കാലം കേവലം സ്റ്റാറ്റസുകൾക്കും സ്റ്റോറികൾക്കും വേണ്ടി മാത്രമാകുന്നൊരു ജീവിതം പുതിയ യുവത്വത്തിന് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മജ്ജയും മാംസവുമുള്ള മനുഷ്യർ തെരുവിലും ചളിയിലും ചേരി പ്രദേശങ്ങളിലും കിടപ്പാടമുണ്ടാക്കുന്ന കോടിക്കണക്കിന് ഹതാശരുള്ളൊരു രാജ്യത്തെ യുവത്വം ഇത്തരത്തിലേക്ക് മാറിപ്പോകുന്നത് എങ്ങനെയാണ്? ലഹരി എന്ന് പറയുന്നത് ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെടുന്നൊരു സമൂഹത്തിൻ്റെ മാത്രം ഉപഭോഗ വസ്തുവായിരുന്നു എങ്കിൽ ഇന്നത് ഏതൊരു സാധാരണക്കാരനും ഏതൊരു വിദ്യാർത്ഥിക്കും അത്യാവശ്യ ഉപഭോഗ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ ലഹരി ഉപയോഗിക്കേണ്ടി വരുന്ന പുതിയൊരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. എങ്ങനെയാണ് സോഷ്യൽ ആക്ടിവിസം സാധ്യമാകുന്നത്? എന്താണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്? തീർച്ചയായും വളരെ പ്രായോഗികമായ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ പുതിയ സമൂഹത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. സോഷ്യൽ ആക്ടിവിസം നടപ്പിൽ വരണമെങ്കിൽ കേവലം വാക്കുകൾക്കും വരികൾക്കും അപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കാത്തവൻ ഒരു മോശക്കാരനായി, രണ്ടാം നമ്പറുകാരനായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം തിരുത്തപ്പെടേണ്ടതുണ്ട്. അതിനെല്ലാം ഒരു സംഘടനാ തലത്തിലുള്ള കൃത്യമായ ആസൂത്രിതമായ പ്രവർത്തന ശൈലികൾ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് സമൂഹവുമായി യുവത്വവുമായി ചേർന്നുകൊണ്ടുള്ള കൃത്യമായ പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും തന്നെ യുവത്വമില്ലാതെ രാജ്യമില്ല, യുവത്വമില്ലാതെ ഭാവിയില്ല, യുവത്വമില്ലാതെ ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമല്ല. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ,
അധ്യാപകർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്ന വ്യക്തികൾ കൂടിച്ചേർന്നുകൊണ്ട് നമ്മുടെ മക്കളുടെ ഭാവി തങ്ങളുടെ കയ്യിലാണ് എന്ന കൃത്യമായ ബോധത്തോടുകൂടെ വിദ്യാർത്ഥികൾക്ക് മനുഷ്യരിലേക്കിറങ്ങാൻ, പച്ചയായ മനുഷ്യരിലേക്കിറങ്ങി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ അർത്ഥങ്ങൾ ലഭിക്കണമെങ്കിൽ ഇല്ലാത്തവന് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ പുതിയൊരു ഇന്ത്യയെ, അതല്ലെങ്കിൽ പുതിയൊരു ലോകത്തെ, സോഷ്യൽ ആക്ടിവിസം നടപ്പാകുന്ന ഒരു യുവത്വത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ. പശുവിനും പട്ടിക്കും വഴി നടക്കാവുന്ന ഒരു രാജ്യത്തിൻ്റെ വഴിയിലൂടെ പാവപ്പെട്ട ദളിതനും മുസ്ലിമിനും പോലും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ കേവലം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തൻ്റെ സ്റ്റോറിയുടെ കൗണ്ടും വ്യൂവും കണ്ടുകൊണ്ട് ആവേശവും ലഹരിയും മൂക്കുന്ന യുവത്വം മാറി ചിന്തിച്ചില്ലെങ്കിൽ, നമ്മൾ അങ്ങോട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പ്രവർത്തനം നമുക്ക് നേരെ വരുന്നൊരു ദിവസമുണ്ടാവുമെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.